പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ആമേൻ ജൂലൈ മാസം 9 വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ സൂക്ഷിച്ചു, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചു, രോഗദുഃഖങ്ങളിൽ നിന്ന് വിടുവിച്ചു. നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കൃപ കഴിഞ്ഞ പകൽക്കാലം ഉണ്ടായിരുന്നു. അതിനായിട്ട് കരം ഉയർത്തി കർത്താവിന് നന്ദി പറയാമോ? കർത്താവ് നമ്മളെ സൂക്ഷിച്ചതിനായിട്ട്, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചതിനായിട്ട്, രോഗങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ചതിനായിട്ട്, നമ്മുടെ ആവശ്യങ്ങളിലൊക്കെയും കൂട്ടായിട്ടിരുന്നതിനായിട്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനോട് നന്ദി പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ദൈവത്തിൻ്റെ കൃപയല്ലേ കഴിഞ്ഞ രാത്രിയിൽ സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചത്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. രാത്രി തന്ന നല്ല ഉറക്കത്തിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. അമേൻ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ പ്രഭാതത്തിൽ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് നമ്മൾ കിടന്നുറങ്ങി ഉറങ്ങുവാൻ കർത്താവ് കൃപ ചെയ്തു, ഉണരുവാനും കർത്താവ് സഹായിച്ചു. അവൻ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നു വിരിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഉണർന്നത് നമ്മുടെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയായിരുന്നു. കർത്താവിന് വലിയ പ്രൊട്ടക്ഷൻ രാത്രിയിൽ തന്നു. രാവിലെ ആരോഗ്യത്തോടെ ഉണർത്തി ഈ പകൽക്കാലം കർത്താവ് നമ്മളെ ജയത്തോടെ നടത്തുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നമ്മളെ ബാധിക്കത്തില്ല എന്ന തിരുവഴുത്തിനായിട്ട് സ്തോത്രം പറയാം. ഈ പകൽക്കാലം അത്ഭുതകരമായി നമ്മളെ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. നമ്മുടെ കർത്താവ് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവന്, നമ്മുടെ കരം പിടിച്ച് നമ്മളെ നടത്തുന്നവന്, നമുക്ക് മുൻപേ പോയി വഴികളെ തുറക്കുന്ന കർത്താവ് ഈ പ്രഭാതത്തിൽ നമുക്കായി വാതിലുകൾ തുറക്കപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യാം. അവൻ നമുക്ക് മുൻപേ പോകുന്നതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി ഒന്നുകൂടൊന്ന് സ്തോത്രം പറഞ്ഞ്, ഒന്നുകൂടൊന്ന് സ്തോത്രം പറഞ്ഞ്, സന്തോഷത്തോടെ ഒന്ന് കർത്താവിന് നന്ദി പറഞ്ഞ്, സന്തോഷത്തോടെ ആനന്ദത്തോടെ പറഞ്ഞിട്ട് ഹല്ലേലൂയ. 18 സങ്കീർത്തനം പറയുന്നു, എൻ്റെ ബലമായ യഹോവേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. കരമുയർത്തി ഈ പ്രഭാതത്തെ നോക്കിയിട്ട് പറ, കർത്താവ് എൻ്റെ ശൈലമാകുന്നു, കർത്താവ് എൻ്റെ കോട്ടയാകുന്നു, കർത്താവ് എൻ്റെ രക്ഷകനാകുന്നു, കർത്താവ് എൻ്റെ ശരണമാകുന്നു, എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും കർത്താവ് തന്നെ. ഹല്ലേലൂയ. കരമുയർത്തി ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞാട്ടെ, സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോരുത്തരെയും വ്യക്തിപരമായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അപ്പം ഞങ്ങളുടെ തലയിലെ ഓരോ മുടിനാരുകൾ പോലും അങ്ങ് എണ്ണി വെച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അതിൽ ഒന്നുപോലും അങ്ങറിയാതെ താഴെ വീഴത്തില്ലെന്നുള്ള തിരുവഴുത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ വലിയ മഹത്വം വെളിപ്പെടുന്ന ദിവസമായി മാറട്ടെ. അങ്ങയുടെ ശക്തി വ്യാപരിക്കുന്ന ദിവസമായി മാറട്ടെ. അങ്ങയുടെ കൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിറയുന്ന ദിവസമായി മാറട്ടെ. സാധാരണ ആത്മീക അനുഭവങ്ങളിലൂടെ കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളെയും രോഗബന്ധനങ്ങളെയും നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ അഴിക്കുക. എല്ലാ വീക്ക്നെസ്സുകളും മാറിപ്പോകട്ടെ. എല്ലാ നംനെസ്സുകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. തലയ്ക്കകത്തുണ്ടാകുന്ന പെരുപ്പും വേദനകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അത്ഭുതകരമായ സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക സൗഖ്യം വ്യാപരിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. അത്ഭുതകരമായ സൗഖ്യം ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നവരുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. അവർ അത്ഭുതകരമായി സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവേ, സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരുണ്ട്. കർത്താവ് അവരെ തുടരണം. അവരുടെ മേൽ ദൈവിക പ്രവൃത്തി അയക്കണം. അത്ഭുതകരമായി അവരെ വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ. ജോലിയിലെ ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ. കർത്താവെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി നടക്കണം. അവിടെ കർത്താവരെ ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഹല്ലേലൂയ. ലോകവ്യാപകമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
കർത്താവിൻ്റെ കൃപയിൽ അവരെല്ലാം പൊതിയുന്നതിന് സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ എല്ലാവരും അതിൽ പങ്കെടുക്കുക. കരങ്ങളെ ഉയർത്തി ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ, കർത്താവേ, നാളത്തെ സഭായോഗത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. അതേറ്റവും അനുഗ്രഹം സമ്പൂർണ്ണമായി തീരട്ടെ, മഹത്വപൂർണ്ണമായി തീരട്ടെ. ദൈവശക്തി നാളത്തെ സഭായോഗത്തിൽ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ ഗ്രേസ് അവിടെ വ്യാപരിക്കുന്നതിന് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വചനം ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 31-32 വാക്യങ്ങൾ. അവിടെ പറയുന്നു, ശിമോനെ, ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയുന്നില്ല എന്തൊക്കെയാണ് നമുക്ക് ചുറ്റിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്തൊക്കെ സംഭവിക്കുമ്പോഴും നമ്മളൊരു കാര്യം ഓർത്തോണം, നമുക്ക് വേണ്ടി യേശു എപ്പോഴും പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. ആമേൻ, ഹല്ലേലൂയ. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവമാണ്. അതുപോലെ റോമാലേഖനം 8:34 പറയുന്നു, ആമേൻ, പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിലും യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം, യേശുവിനറിയാം, ആമേൻ, ഈ കഷ്ടാനുഭവങ്ങളുടെ ദിവസങ്ങളിൽ, ഈ പെസഹായുടെ ദിവസങ്ങളിലൊക്കെ, ആമേൻ, ആമേൻ, ഈ പത്രോസിനെ പാറ്റിക്കളയുവാൻ അല്ലെങ്കിൽ ഉടച്ചു കളയുവാൻ, ഒന്ന് കുലുക്കുവാൻ പൈശാചിക മണ്ഡലം ട്രൈ ചെയ്യുന്നു എന്ന് യേശുവിനറിയാം. പക്ഷേ യേശു എന്ത് ചെയ്തു? യേശു പറഞ്ഞു, സാത്താൻ എന്നോട് പെർമിഷൻ ചോദിച്ചു നിന്നെ ഗോതമ്പ് പോലെ പാറ്റിക്കളയാൻ. ഹല്ലേലൂയ. അതായത് ഈ പത്രോസ് ആമേൻ പരീക്ഷ നേരിടുന്നതിന് മുമ്പ്, ആമേൻ, അതിനു മുമ്പ് തന്നെ യേശു എന്ത് ചെയ്തു? യേശു പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. അതായത് നീ പരീക്ഷയിലൂടെ കടന്നു പോകത്തില്ലെന്നല്ല പത്രോസിനോട് പറഞ്ഞത്, പക്ഷേ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിൻ്റെ വിശ്വാസം പരാജയപ്പെട്ടു പോകാതിരിപ്പാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഈ പ്രഭാതത്തിൽ നമ്മുടെ ഉറപ്പെന്ന് പറയുന്നത്, നമ്മുടെ വലിയൊരു ശക്തിയും ബലമെന്ന് പറയുന്നത്, ആമേൻ, നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികളെ നമ്മൾ കാണുന്നതിന് മുമ്പേ യേശു നമുക്ക് വേണ്ടി കണ്ടു കഴിഞ്ഞു. എന്നിട്ട് നമ്മുടെ ബലമെന്ന് പറയുന്നത് അതുമല്ല, യേശു നമുക്ക് വേണ്ടി ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മുമ്പിൽ ഒരു ചലഞ്ച് വരുമ്പോൾ നമ്മൾ പറയണം, യേശുവേ, അങ്ങ് ഇത് മുന്നമേ കണ്ടതാണ്, അങ്ങ് ഇതിനു വേണ്ടി ഓൾറെഡി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞു, അതിനായിട്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ചില സമയങ്ങളിൽ നമുക്കറിയത്തില്ല നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് ചിലപ്പോൾ തോന്നും നമ്മുടെ ശക്തി ചോർന്നു പോകുന്നു എന്ന് നമുക്ക് തോന്നും. ചില സാഹചര്യങ്ങൾ, അയ്യോ ഇത് നമ്മളെ മൂടിക്കളയും, വെള്ളം മൂടുന്നത് പോലെ മൂടിക്കളയുമോ എന്ന് നമുക്ക് തോന്നും. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകാം, ബലം ക്ഷയിച്ചു പോകാം. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും, കർത്താവേ, ആരെങ്കിലുമൊക്കെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ. പക്ഷേ നമുക്കൊരു ഉറപ്പ് തരുന്നു ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും, യേശു നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്ത്, ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് വേണ്ടി, ആമേൻ, പിതാവിൻ്റെ സന്നിധിയിൽ എപ്പോഴും പക്ഷപാതം ചെയ്യുക. ആമേൻ. യേശു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പരീക്ഷകളിലൂടെ കടന്നുപോയി, ആമേൻ, തകർച്ചകളിലൂടെ കടന്നുപോയി, നിരാശ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കടന്നു പോകുന്ന എല്ലാം തന്നെ യേശു ഓൾറെഡി കടന്നുപോയി. നമ്മൾ അറിയാത്ത പല പ്രശ്നങ്ങൾ നമ്മൾ അറിയുന്നില്ല, നമ്മൾ കാണുന്നില്ല. പക്ഷേ ശത്രു നമുക്കെതിരായി പലതും ചെയ്യുമ്പോൾ ഈ യേശു ക്രിസ്തു എന്താ ചെയ്യുന്നത്? നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്ത്, ആമേൻ, പക്ഷപാതം ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മുടെ വിശ്വാസം വർദ്ധിച്ച് നമ്മൾ ജയിക്കുവാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. യേശു എന്താ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? നമ്മൾ തോറ്റു പോകാനല്ല, നമ്മൾ ജയാളികളായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ എഴുന്നേൽക്കുവാൻ വേണ്ടി യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ധൈര്യം, ആമേൻ, ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്നാൽ പിശാച് എന്താ ചെയ്യുന്നത്? നമ്മുടെ വിശ്വാസത്തെ കുലുക്കി നമ്മളെ താഴെയിടാൻ നോക്കുമ്പോൾ യേശു നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിച്ച് നമ്മളെ ശക്തരാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക.
ആമേൻ. നമുക്കറിയാമല്ലോ ഈ യുദ്ധവിമാനങ്ങളും യുദ്ധത്തിന് പടയാളികളും ഒക്കെ പോകുമ്പോൾ ആമേൻ, നമ്മൾ വിചാരിക്കും ഇവർ ഒരു എയർപ്ലെയിനുമായിട്ട് പോകുന്നു അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന് പോകുന്നു. പക്ഷേ നമ്മൾ അറിയുന്നില്ല ഇവരുടെ പുറകിൽ വലിയ സാങ്കേതിക വിദ്യകളുണ്ട്, ഇവരുടെ പുറകിൽ നിൽക്കുന്ന ഒരു വലിയ ടീമുണ്ട്, ഇവരുടെ പുറകിൽ നിന്ന് കമാൻഡ് കൊടുക്കുന്ന ഒത്തിരി ഒരു ടീമുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ തന്നെയാണ് ഇതെല്ലാം ഇല്ല. നമുക്ക് പിൻപിൽ സ്വർഗത്തിലെ ദൈവമുണ്ട്, യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, സ്വർഗീയ സൈന്യം നമ്മളെ കാവൽ ചെയ്യുവാൻ നമ്മുടെ കൂടെ നിൽപ്പുണ്ട്. അത് നമ്മളെ ഉറച്ചു വിശ്വസിക്കണം. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ എന്നാ ചെയ്യേണ്ടത്? ഈ പ്രഭാതത്തിൽ എഴുന്നേക്കും പറഞ്ഞു, യേശുവെ അങ്ങ് എനിക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഇന്ന് ഈ പ്രഭാത സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് തന്നെ യേശു ഇത് പറയാൻ കൃപ തരാൻ എനിക്ക് വേണ്ടിയും കേൾക്കുന്ന നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും ചലഞ്ചസ് വരുമ്പോൾ ആമേൻ, നമ്മൾ അതിലേക്ക് നോക്കാതെ ആമേൻ, നമ്മൾ ഭയത്തിലേക്ക് നോക്കാതെ ദൈവം പറഞ്ഞ വാഗ്ദത്തം നോക്കണം. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ ലോകാവസാനത്തോളം നിൻ്റെ കൂടെ ഇരിക്കും, ഞാൻ നിനക്ക് വേണ്ടി കാര്യങ്ങളെ നടത്തിത്തരും എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകും. നമ്മളെവിടെയെങ്കിലും വിശ്വാസത്തിൽ പരാജയപ്പെട്ടാൽ പെട്ടെന്ന് കാൽ മുട്ടുമടക്കുക, കർത്താവിൻ്റെ സന്നിധി പറയുക, കർത്താവേ ഇങ്ങനൊരു സംഭവം ഉണ്ടായിപ്പോയി, എന്നോട് ക്ഷമിക്കണം. ആമേൻ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കഷ്ടതയിലൂടെ കടന്നു പോകുന്നവർ, പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവർ, വിശ്വാസത്തിൽ ക്ഷീണിച്ച് നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനിട വരും. ഞാനിന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിതാവേ, ഈ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇവർ ഇന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ വിശ്വാസം വർദ്ധിക്കട്ടെ, ഇവരെ കുലുക്കിക്കളയാൻ നോക്കുന്ന വൈശാചിക മണ്ഡലങ്ങൾ മാറിപ്പോകട്ടെ, ഇവർ ഉറപ്പും ധൈര്യവുമുള്ളവരായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവർ അത്ഭുത വിഷയമായി മാറട്ടെ. അനുഗ്രഹിക്കുന്നു ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരമുയർത്തി പറ, താതൻ്റെ സന്നിധിയിൽ എനിക്കായി പക്ഷപാതം ചെയ്യുന്ന യേശുവിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അവൻ എൻ്റെ തലയെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആമേൻ. കരമുയർത്തി ഒന്നുകൂടെ പറഞ്ഞ്, നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.